കഴിഞ്ഞ ഒരു അവധി ദിവസം വീട്ടിലുണ്ടായിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുന്നത്. രാവിലത്തെ കിച്ചണിലെ ജോലിയൊക്കെ എന്നെ ഏൽപ്പിച്ചിട്ട് അമ്മച്ചി അങ്ങ് പള്ളിയിൽ പോയിട്ട് വന്നതായിരുന്നു. ഞാൻ രാവിലെ അടുക്കളയിൽ കയറിയാൽ എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും. പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ടാണ് എനിക്കിഷ്ടം. അപ്പോൾ രാവിലെ അപ്പം ചുട്ടു, അതുപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി, പിന്നെ കൂട്ടത്തിൽ ഒരു കുഞ്ഞു ബിരിയാണിയും കൂടെ വെച്ചായിരുന്നു. ഒരു ചിക്കൻ വാങ്ങിച്ചാൽ അത്യാവശ്യം തൂക്കമുള്ള ചിക്കനാണെന്നുണ്ടെങ്കിൽ നമ്മളത് 3-4 ഭാഗമായിട്ട് വീതിക്കാറുണ്ട്. എന്നിട്ട് ഓരോ ദിവസങ്ങളും അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ആവശ്യമുള്ളപ്പോഴത്തേക്കാണ് എടുക്കുന്നത്. ഒരുമിച്ച് അങ്ങനെ കുക്ക് ചെയ്യാറില്ല. അപ്പം ഇന്ന് നമ്മൾ എന്തായാലും ഒരു കൂട്ടം എടുത്തു, ഒരു ചിക്കൻ്റെ പകുതി എടുത്തിട്ട് നമ്മൾ കറി വെച്ചു, പകുതി എടുത്ത് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി. അമ്മച്ചി എന്തായാലും ചിക്കൻ ബിരിയാണി കഴിക്കത്തില്ല. ഞങ്ങൾ കുറച്ച് ചിക്കൻ ബിരിയാണി ലവേഴ്സ് ഉണ്ട് കേട്ടോ. ഞാനും എൻ്റെ കസിൻ ജോസൂട്ടിയും അഖിലും ഒക്കെ ചിക്കൻ ബിരിയാണി ഫാൻസാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അവർ വിളിക്കാറുണ്ട്, ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. ഞാനെന്താണ് ഈ സ്വെറ്ററൊക്കെ ഇട്ട് ഇങ്ങനെ മൂടിപ്പതിച്ചിരിക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് രാവിലെ എഴുന്നേറ്റപ്പോഴേ ഒരു കിടുങ്ങലും പനിക്കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടതാണ് കേട്ടോ. എന്തായാലും ഒരു ഗുളിയൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊന്ന് ഓക്കെ ആയി. പനിയോട് പോയിട്ട് പിന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നുണ്ടല്ലോ. അപ്പം ഇനിയിപ്പോൾ ഓണമൊക്കെയാണ്, എന്തായാലും ഓണം കഴിഞ്ഞിട്ട് വാപ്പഴിക്കും ഞാൻ ഫ്രീ ആയിട്ടിരിക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ഡോളോ കഴിച്ചു. ഓക്കെ, അങ്ങനെ എന്തായാലും അവധി ദിവസമാണല്ലോ. അപ്പോൾ തുണി മടക്കാനുണ്ട്, അലക്കാനുണ്ട്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പിന്നെ ഗുളിക കഴിച്ച് സെറ്റായതിനു ശേഷം ഓരോ ചെയ്ത് തുടങ്ങി കേട്ടോ. അപ്പോൾ തുണിയൊക്കെ മടക്കി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ബിരിയാണിയുടെ ഓർമ്മ വന്നത്. പനിക്കോളാണെങ്കിലും വിശപ്പിനും ദാഹത്തിനൊന്നും ഒരു കുറവില്ല കേട്ടോ. അങ്ങനെ ബിരിയാണി കഴിച്ചു. അപ്പം ബിരിയാണി ഓൾറെഡി ജോസൂട്ടി വന്ന് കഴിച്ചിട്ട് പോയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ, അമ്മച്ചി കഴിക്കത്തില്ല. ബിരിയാണി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അലക്കാൻ തോന്നി, കുറേ അലക്കാനുണ്ടായിരുന്നു. ഈ കല്ലിൽ അലക്കുന്നത് മുഴുവനും എൻ്റെ ടോപ്പ് 10 ചുരിദാറുകളായിരിക്കും. 2 രീതിയിലാണ് തുണികളെല്ലാം വാഷ് ചെയ്തെടുക്കുന്നത്. വീട്ടിലിടുന്ന വസ്ത്രങ്ങൾ, അതുപോലെ ബെഡ്ഷീറ്റ്, പില്ലോ കവേഴ്സ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മെഷീൻ വാഷ് ആയിരിക്കും ചെയ്യുന്നത്. എപ്പോഴും എൻ്റെ ഒരു ടോപ്പ് 10 ചുരിദാറുകളുണ്ടാകും. അത് എപ്പോഴും കല്ലിലായിരിക്കും. കല്ലിൽ കഴുകിയിട്ട് വാഷിംഗ് മെഷീനിൽ ഒന്ന് സ്പിൻ ചെയ്തെടുക്കും. എന്നിട്ട് നല്ല വെയിലുള്ളപ്പോഴത്തേക്ക് വെയിലത്തിട്ട് ഉണക്കും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം നല്ല ചുരിദാറുകളൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ വാഷ് ചെയ്തിട്ട് മടക്കി വെച്ചേക്കും. പിന്നെ ഈ വെയിൽ കാണുമ്പോഴാണ് അതെടുത്ത് അലക്കുന്നത്. അങ്ങനെ അലക്കി വിരിച്ചുകൊണ്ടിരിക്കുവാണ്. അലക്കി വിരിച്ചതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. ഡോളോ കഴിച്ച് എൻ്റെ ആ ഒരു ഉന്മേഷത്തിലാണ് കേട്ടോ ഓരോരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. പക്ഷേ പിന്നെയും ഞാൻ വീക്കായി തുടങ്ങിയതുപോലെ തോന്നുന്നു. അതുകൊണ്ട് കുറേ കാര്യങ്ങളെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അലക്കിയതിന് ശേഷം തിരിച്ച് വന്നിട്ട് ബിരിയാണി വേറെ ആരും കഴിക്കാനില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. നെക്സ്റ്റ് ഡേയിൽ വർക്കിന് പോകുമ്പോഴത്തേക്ക് ലഞ്ച് കൊണ്ടുപോകാനുള്ള പ്ലാനിലെല്ലാം ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പോൾ ഇന്നത്തെ വെതർ കണ്ടിട്ട് ഒത്തിരി സന്തോഷമുണ്ട്, എന്നാൽ ഒരു ചെറിയ പേടിയുണ്ട്. കാരണം അടുത്ത് വരുന്ന ദിവസങ്ങളെല്ലാം നമുക്കൊരു ഫെസ്റ്റിവൽ സീസൺ ആണല്ലോ, ഓണമൊക്കെ വരുവാണ്. അപ്പം ഓണം മഴയോടുകൂടെ ആയിരിക്കുമോ എന്നുള്ളൊരു പേടിയാണ് കേട്ടോ ഉള്ളിൽ. കാരണം ഇങ്ങനെ ഇത്രയും നല്ലൊരു വെതർ വരുമ്പോഴത്തേക്ക് അതിൻ്റെ പിറകിൽ എന്തെങ്കിലും ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നുള്ളൊരു തോന്നലായിപ്പോയി. ആ ദിവസത്തെ ഏറ്റവും ലാസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ എൻ്റെ റൂം ടൂർ ചെയ്യാനായിട്ട് ഇരിക്കുവാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മേക്ക് ഓവറും അതുപോലെ ചേഞ്ചസ് ഒക്കെയാണ് കേട്ടോ. ഇതെന്താണെന്നുള്ളത് വിശദീകരിച്ച് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എനിക്ക് ഇടയ്ക്കൂടെ ചായ കൊണ്ടു തന്നായിരുന്നു അമ്മച്ചി. അപ്പോൾ ചായ കുടിച്ചു. എൻ്റെ അത്താഴം ഈ ചായയിൽ ഒതുക്കി. ഇപ്പോൾ സെറ്റി കവറാണ്. സെറ്റി കവർ 2 അറ്റം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ചെയറിന് ഇങ്ങനെ ഒരു കവർ ചെയ്ത് കൊടുക്കുകയാണ്. ഇതുകൊണ്ട് എന്തായാലും പ്രയോജനം എന്ന് ചോദിച്ചാൽ പ്രയോജനമൊന്നുമില്ല, നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്താണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.